സാറേ, നിലമ്പൂർ തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് നാളെ വരികയാണ്. അങ്ങ് എങ്ങനെയാണ് ഇതിനെ കാണുന്നത്? ഒരു ശക്തമായ ഒരു മത്സരമാണ് നടന്നത്. ആ മത്സരത്തിൽ ആര് ജയിക്കും ആര് തോക്കും എന്നുള്ളത് വിലയിരുത്താൻ ഒക്കാത്ത നിലയിലേക്ക് നിൽക്കുന്നു ഇപ്പോൾ. എന്നാൽ തന്നെയും അല്പം മുൻതൂക്കം UDF-നുണ്ടെന്ന് പറയുന്നു. പക്ഷേ ആർക്ക് മുൻതൂക്കമുണ്ടെന്ന് പറഞ്ഞാലും പറിക്കപ്പെട്ട ഒരു വോട്ട് LDF-ന് കിട്ടാനുള്ള സാധ്യതയും തള്ളിക്കളയാനൊക്കത്തില്ല. കാരണം അവിടെ മുസ്ലിങ്ങളുടെ അതിപ്രസരവും അവരുടെ കൂട്ടായ്മയും ശക്തമായി വന്നപ്പോൾ മറുഭാഗത്ത് ഹിന്ദുക്കളുടേതായ കൂട്ടായ്മയും ശക്തമായി വന്നിട്ടുണ്ട്. ആ ഹിന്ദുക്കളുടെ വോട്ട് സ്വരാജിന് പാർട്ടിക്കുപരി കിട്ടാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ BJPക്ക് പറഞ്ഞത്ര വോട്ട് കിട്ടുകയില്ല. അതുകൊണ്ട് അരുവാൾ കുറ്റിയ ചത്തത്തിൽ ചിഹ്നത്തിൽ LDF സ്ഥാനാർത്ഥി അവർക്ക് എത്ര വോട്ട് പാർട്ടിക്ക് കിട്ടുമെന്നുള്ള ഒരു ടെസ്റ്റായിരിക്കും ഒരുപക്ഷെ ഇപ്പോൾ നടത്തുന്നത്. അവർക്ക് പ്രതീക്ഷിച്ചതിനേക്കാൾ കൂടുതൽ വോട്ട് കിട്ടാനുള്ള സാധ്യത ഇന്ന് നിലമ്പൂർ തെരഞ്ഞെടുപ്പിലുണ്ട്. കാരണം അവിടെ മുസ്ലിം ആധിപത്യവും വർദ്ധിച്ചപ്പോൾ അതിൻ്റേതായ ദാർഢ്യവും വർദ്ധിച്ചു നിൽക്കുന്ന ഒരു കാലം വന്നപ്പോൾ മറുപുറത്ത് ഹിന്ദുക്കളുടേതായ കൺസോളിഡേഷനും ആ ഹിന്ദുക്കളുടെ വോട്ടിൽ നല്ല ശതമാനം പാർട്ടിക്ക് അതീതമായി ഇടതുപക്ഷത്തിന് കിട്ടിയതുകൊണ്ട് വിജയം ആർക്ക് കിട്ടുമെന്ന് തീർത്ത് പറയാനൊക്കില്ല. ആര് ജയിച്ചാലും ചെറിയ ഭൂരിപക്ഷത്തിൽ മാത്രമേ ജയിക്കുകയുള്ളൂ. അൻവർ ഒരു ഫാക്ടറാവുമെന്ന് അങ്ങ് വിചാരിക്കുന്നുണ്ടോ? ഫാക്ടറാണ് അൻവർ 25,000 വോട്ട് പിടിക്കുമെങ്കിൽ LDF സ്ഥാനാർത്ഥി അവിടെ ജയിച്ചിരിക്കും. അൻവറിൻ്റെ വോട്ട് UDF-ൻ്റെ വോട്ടാണ് കൂടുതലും പോകുന്നത്, LDF-ൻ്റെ അല്ല. അതുകൊണ്ട് അൻവർ ഒരു അപ്രസക്ത സ്ഥാനാർത്ഥിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് തള്ളാൻ സാധിക്കില്ല. അൻവർ കൂടുതൽ വോട്ട് പിടിച്ചാൽ അത് UDF-ൻ്റെ പരാജയത്തിലേക്ക് അടുക്കുകയും LDF-ന് അത് വിജയസാധ്യത വർദ്ധിപ്പിക്കുകയും ചെയ്യും. അങ്ങയുടെ കാഴ്ചപ്പാടിൽ സ്വരാജിനൊരു സാധ്യത കാണുന്നുണ്ടോ? ഈ സൗകര്യത്തിൽ അൻവർ കൂടുതൽ വോട്ട് പിടിച്ചാൽ ആണ് സാധ്യത. അല്ലെങ്കിൽ നമുക്കൊരു സാധ്യത അത്ര വലിയ സാധ്യത പറയാനൊക്കെ ഇല്ലെങ്കിലും നല്ല ഒരു പ്രകടനം കാഴ്ചവെക്കാനും വോട്ട് നേടാനും LDF സ്ഥാനാർത്ഥിക്ക് സാധിക്കും. ഒപ്പം തന്നെ ഈ ഭാരതാംബ വിഷയം ഇങ്ങനെ കത്തിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങയുടെ ശ്രദ്ധയിൽ അത് പെടുന്നുണ്ടോ? വിശ്വാസം അവർ രക്ഷിക്കട്ടെ.